ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു മനോഹരമായ ഗിവ് ആണ്. പൂർണ്ണമായിട്ടും വീഡിയോ കാണൂ, എങ്കിൽ നിങ്ങളെ തേടി ഒരു സൂപ്പർ സമ്മാനം വന്നിരിക്കും. എന്നത്തെ പോലെ ഈ ഗിവയും നമുക്കൊരു ഗെയിം പോലെ നടത്തിയെടുക്കാം. ജയിക്കുന്നവർക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അത് 3 സമ്മാനമായിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 സമ്മാനങ്ങളായിട്ട് നമുക്ക് അത് തിരഞ്ഞെടുത്ത് വിജയികൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പേര് നമുക്ക് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നറുക്കെടുപ്പിലൂടെ നമുക്ക് വിജയികളെ തിരഞ്ഞെടുക്കാം. ഈ മത്സരത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പം നമുക്ക് അതിലൂടെ വിജയികളെ തിരഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ലൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല മഞ്ഞയ്ക്കകത്ത് ചുവന്ന ഡോട്ടുകളൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ വരുന്ന ബഡ്സ് വരുന്നിരിക്കുന്നത് കണ്ടോ, അതൊരു ചെറിയ തൈ പോലാണ്. കണ്ടോ, അതങ്ങനെ വന്നിട്ടാണ് അതിനകത്ത് മുട്ടുണ്ടാകുന്നത്. മറ്റ് ഗ്രൗണ്ട് ഓർക്കിഡൊന്നും അങ്ങനെയല്ല. പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു സൈസാണ്. കണ്ടോ, അത് നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ വിചാരിക്കും ആദ്യം ഇങ്ങനെ കിളിർത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു തൈ ആയിരിക്കുമെന്ന്, അതിൻ്റെ ഒരു ചെറിയ തൈ കിളിർത്ത് വരുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതാണ് അതിൻ്റെ മുട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണിത്. ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ ചെടിക്ക് ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു സൈസുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറും ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരു തൈയിൽ നിന്ന് ഒരുപാട് മുട്ടുകൾ ബഡ്സുകളൊന്നും ഉണ്ടാകത്തില്ല. ആകെ ഒരെണ്ണേ ഉണ്ടാവും. അത് ഇതുപോലെ തൈയായിട്ട് തന്നെ വരുന്ന രീതിയാണ്. പിന്നെ ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടോ, നമ്മുടെ പോട്ടിൻ്റെ വെളിയിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു രീതി. ഇത് ഇങ്ങനെ വരുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഓർക്കിഡിൻ്റെയൊക്കെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നൊക്കെയല്ലേ ജലവും അതിൻ്റെ ആവശ്യമായ ലവണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് പിടിച്ചെടുക്കുന്നത്. അപ്പം ഇങ്ങനെ വെളിയിലൊക്കെ ഇതിന് വേരുകൾ വന്നെന്ന് പറഞ്ഞ് നമ്മൾ മണ്ണൊന്നും ഇട്ട് ഇതിന് നികത്തി വെക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഓർക്കിഡിന് ഉണ്ടാകുന്നത് നല്ലതാണ്, വേരുകൾ വെളിയിലോട്ടൊക്കെ വരുന്നത്. അങ്ങനെ ആണ് എൻ്റെ കൂടുതലും ഞാൻ നടുന്ന ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ കൂടുതലും അതിൻ്റെ വേരുകളൊക്കെ വെളിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അതും നല്ല സിമെൻറ്റ് പോട്ടിലൊക്കെ ആണെങ്കിൽ അതിന് ചുറ്റി ഒക്കെ വന്നിരിക്കും. അതൊന്നും നമ്മൾ ഇളക്കി മണ്ണിലൊന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. നല്ല രീതിയിൽ അത് ഫ്ലവറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. കണ്ടോ, ഇത് ഞാൻ എടുത്ത ഒരു ഡാലിയയാണ്. ചെറിയൊരു കട്ടിങ്സ് വെച്ച് നട്ടതാണ്. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഒരുപാട് മുട്ടുകൾ വന്ന് പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡാലിയ നമ്മളിങ്ങനെ കട്ടിങ്സ് വെച്ചാലും എളുപ്പം തന്നെ അതിനകത്ത് ഫ്ലവർ ഉണ്ടാവും. അതല്ല, ചില ആളുകൾ അതിൻ്റെ കിഴങ്ങാണ് നടുന്നത്. എനിക്കിതിൻ്റെ കിഴങ്ങൊന്നും കിട്ടിയില്ല. ഞാനതുകൊണ്ട് കട്ടിങ്സാണ് വെച്ച് പിടിപ്പിച്ചത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തായിരുന്നു. അരയന്നത്തിനകത്ത് ആമ്പൽ നട്ട് അതിപ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട്. കണ്ടോ, പക്ഷേ നല്ല വലിപ്പമൊന്നും വന്നില്ല ആ ഫ്ലവറിന്. എന്താണെന്നറിയില്ല, വളത്തിൻ്റെ കുറവായിരിക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു മുട്ട ആദ്യത്തെ ഫ്ലവർ അല്ല, ഇത് രണ്ടാമത് വന്ന ഫ്ലവറാണ്. ആദ്യത്തെ ഫ്ലവർ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സമയം വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ആമ്പലിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ ഫ്ലവർ അല്പം വലിപ്പമുള്ള ഫ്ലവർ ആയിരുന്നു. പക്ഷേ ഇത് നല്ല വലിപ്പമൊന്നുമില്ല. ഇതളുകൾക്കൊക്കെ ഒരു വലിയ വലിപ്പമില്ലാത്ത പോലെയാണ്. ഇനി ഞാൻ കാട്ടിത്തരാം. ആദ്യമുണ്ടായ ഫ്ലവർ അത് വാടിക്കിടക്കുകയാണ്. കണ്ടോ, ഇതാണത്. അത് വാടിയ വെള്ളത്തിൽ തന്നെ കിടന്നതാണ്. ഇതായിരുന്നു ആദ്യത്തെ അതിൻ്റെ ഫ്ലവർ. അതങ്ങ് വാടിപ്പോയി. പിന്നെ ഇനി ഞാൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ കേൾക്കുക. ക്വസ്റ്റ്യൻ പറയുവാണേ, തുടങ്ങാം. രാത്രി സമയത്ത്
ശുദ്ധമായ വായു നൽകുന്ന മാതാവിൻ്റെ നാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടി ഏതാണ്? ഇനി ക്വസ്റ്റ്യൻ പറയേണ്ടതില്ലല്ലോ. ഇത് കണ്ടോ, ഇത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്, നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ചെറിയ ഒരു തൈയാണ് ഞാൻ ഇളക്കി നട്ടത്. അതിൽ രണ്ട് ബഡ്സ് വന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടോ, അപ്പം നമ്മൾ ഒരുപാട് തൈയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു തൈയിലും, അതായത് ഒന്നോ രണ്ടോ തൈയിലൊക്കെ നമുക്ക് ഫ്ലവർ കിട്ടും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ആ ചെടിയിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഈ ചെടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു തൈ ഇളക്കിയാണ് ആ പോട്ടിലോട്ട് നട്ടത്. അതിൽ ഇപ്പം മൊട്ട് വന്നു. നല്ല ഭംഗിയുള്ള ഓർക്കിഡല്ലേ ഇത്, ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ ഇത് നമ്മുടെ ഓണത്തിൻ്റെ ആയിട്ടുള്ള ഗിവ് ഒന്നും അല്ല കേട്ടോ. അതിന് മുമ്പേ ഞാനൊരു ഗിവ് ചെയ്തതേ ഉള്ളൂ. ഓണത്തിൻ്റെ അല്ല. ഓണത്തിൻ്റെ നമ്മൾ നല്ലൊരു ഇതായിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം കേട്ടോ. അത് ഒരു സ്പെഷ്യൽ ആയിരിക്കും. അതൊന്നും ഇപ്പം പറയേണ്ടതില്ലല്ലോ, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ കമൻറ്റ് അത് ആൻസറായിട്ട് തന്നെ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു.